നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. പുത്തൂർ കോളാങ്കുണ്ട് ചെന്നായിപ്പാറയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കുടുംബാരോഗ്യ ഉപകേന്ദ്രം മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. അതിദാരിദ്ര്യരുടെ ലിസ്റ്റിൽ അപേക്ഷ നൽകിയിട്ടും ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെന്ന പരാതിയുമായി കുമ്പളങ്ങാട് സ്വദേശി അവിവാഹിതയായ 70-കാരി ഭുവനേശ്വരി അമ്മ. മാടക്കത്ര പഞ്ചായത്തിലെ അക്കരപ്പുറം ചിറ റോഡും 9-ാം നമ്പർ അങ്കണവാടിയും റവന്യൂ മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു തൈ നടാം ക്യാമ്പയിൻ ലക്ഷ്യം കൈവരിച്ചു. സംസ്ഥാനത്ത് 1 കോടിയിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. വിശദമായ വാർത്തകളിലേക്ക്. പുത്തൂർ പഞ്ചായത്തിലെ കോളാങ്കുണ്ട് ചെന്നായിപ്പാറയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കുടുംബാരോഗ്യ ഉപകേന്ദ്രം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നാടിന് സമർപ്പിച്ചു. പുത്തൂർ പഞ്ചായത്തിലെ 6-ാം വാർഡിൽ ഉൾപ്പെട്ട ചെന്നായിപ്പാറ പ്രദേശത്തെ ജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് പുത്തൻ ഉണർവേകിക്കൊണ്ടാണ് കുടുംബാരോഗ്യ ഉപകേന്ദ്രം നിർമ്മാണം നടത്തിയത്. പഞ്ചായത്തിന്റെ പദ്ധതി വിഹിതത്തിൽ നിന്നും 73 ലക്ഷം രൂപ ചിലവഴിച്ചാണ് പണി പൂർത്തിയാക്കിയത്. ചെന്നായിപ്പാറ ദിവ്യഹൃദയ ആശ്രമം ഡയറക്ടർ ബോർഡ് പഞ്ചായത്തിന് സൗജന്യമായി വിട്ടു നൽകിയ 10 സെന്റ് സ്ഥലത്താണ് ഇരുനിലകളിലായി എല്ലാവിധ ആധുനിക സൗകര്യങ്ങളോടും കൂടിയുള്ള കെട്ടിടം നിർമ്മിച്ചത്. ജനങ്ങൾക്ക് ആരോഗ്യരംഗത്ത് മികച്ച സേവനം നൽകുന്നതോടൊപ്പം ഒരു കൂട്ടായ്മയുടെയും പകുത്തു നൽകലിന്റെയും ഒരു ഉദാഹരണം കൂടിയാണ് ഈ കെട്ടിടമെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി മുഖ്യാതിഥിയായി. പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ സജിത് PS, ലിബി വർഗീസ്, ദിവ്യഹൃദയാശ്രമം ഡയറക്ടർ ഫാദർ ജോഷി കണ്ണമ്പുഴ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗം മിനി സാബു, വാർഡ് മെമ്പർ ഷാജി വാരപ്പെട്ടിയിൽ, അസിസ്റ്റന്റ് എഞ്ചിനീയർ രാഹുൽ, രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ MN രാജേഷ്, TS മുരളീധരൻ, മെഡിക്കൽ ഓഫീസർ ഡോക്ടർ സന്തോഷ് PS, ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കർമാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിവിധ വ്യക്തികളെയും ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. കെട്ടിടം നിർമ്മിച്ച് നമുക്ക് ഇത്ര നല്ല ഒരു കുടുംബാരോഗ്യ കേന്ദ്രം സമ്മാനിച്ച മെമ്പർ ഷാജി പൗലോസ് വാരപ്പെട്ടി മെമ്പർക്ക് ആദരമേറ്റു അങ്ങനെ ക്ഷണിക്കുന്നു. മൂന്ന് കാര്യങ്ങൾ പ്രധാനമായിട്ട് പറയുന്നത്. ഈ ചെന്നായിപ്പാറയിൽ കോളാങ്കുണ്ട് കുടുംബാരോഗ്യ ഉപകേന്ദ്രം എന്ന പേരിൽ ചെന്നായിപ്പാറയിൽ സ്ഥാപിതമായിട്ടുള്ള ഈ കുടുംബാരോഗ്യ ഉപകേന്ദ്രത്തിന് 10 സെന്റ് സ്ഥലം ഒരു മടിയുമില്ലാതെ വിട്ടു നൽകിയ ദിവ്യഹൃദയാശ്രമം ചെന്നായിപ്പാറയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ഫാദർ ജോഷി കണ്ണമ്പുഴയെയും മുൻ ഡയറക്ടർ ജോർജ് കണ്ണമ്പളത്തിലച്ഛനെയും കേരള സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹൃദയത്തിൽ തൊട്ട് ഒരു ബിഗ് സല്യൂട്ട് നൽകാൻ ഞാൻ വിചാരിച്ചിട്ടുണ്ട്. ഇന്ന് കേരളത്തിന്റെ മുൻസിഫ് കോടതി ഒരു പൂളമരത്തിന്റെ ഒരു പിടി മണ്ണ് അങ്ങോട്ടും ഇങ്ങോട്ടും കിട്ടാൻ 12 കൊല്ലമായി കേസ് നടത്തുന്നവരുണ്ട്. 1/2 കിലോ മണ്ണായിരിക്കും ആകെ കിട്ടാൻ പോകുന്നത്. 12 കൊല്ലമൊക്കെ കഴിഞ്ഞാൽ പൂളമരം ഒടിഞ്ഞു തൂങ്ങി കഴിഞ്ഞാണ്. എന്നാലും അതിന്റെ പേരിലും ഉണ്ടാകും ഒരു കേസ്. മണ്ണിന് കേസ് കൊടുത്ത് വാങ്ങാൻ മനുഷ്യരിങ്ങനെ ആർത്തിക്കൊണ്ട് നിൽക്കുന്ന കാലത്ത് നമ്മുടെ സഹജീവികൾ, ഒറ്റപ്പെട്ടുപോയ മനുഷ്യർ, നിരാലംബരായ മനുഷ്യർ, തങ്ങളുടെ ആരുടെയും അല്ലെങ്കിലും ആരുടേതെന്നറിയാതെ നാടിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തിച്ചേരുന്നവർ, ഒറ്റപ്പെട്ടു പോയവർ, അവരെ ഹൃദയത്തിനോട് ചേർത്ത് പിടിച്ചു വളർത്തിയും പഠിപ്പിച്ചും വിവാഹം കഴിപ്പിച്ചും ജീവിതകാലം മുഴുവൻ നോക്കിയുമൊക്കെ നമ്മുടെ നാടിൻ്റെ സമാനതകളില്ലാത്ത മാതൃകയായി മാറിയിട്ടുള്ള ദിവ്യഹൃദയാശ്രമം അതിൻ്റെ മനസ്സുപോലെ പഞ്ചായത്ത് ആരംഭിച്ച ഈ ഉപകേന്ദ്രത്തിന് സ്ഥലം അനുവദിച്ചു തന്നത് മറക്കാനാകാത്ത നന്ദിയോടെ നമ്മളെല്ലാവരും കൈയടിച്ചുകൊണ്ട് ഇവിടെ നല്ല ഒരു അംഗീകാരം കൊടുക്കണം എന്നായിരുന്നു.
പുത്തൂർ സുവോളജിക്കൽ പാർക്കിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായി രൂപീകരിച്ച സംഘാടക സമിതിയുടെ പ്രവർത്തനം സമാപിച്ചു. പുത്തൂർ സുവോളജിക്കൽ പാർക്കിൽ ചേർന്ന സംഘാടക സമിതി സമാപന യോഗം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ വിഭാഗം ജനങ്ങളുടെയും വിവിധ വകുപ്പ് ഉദ്യോഗസ്ഥരുടെയും കൂട്ടായ പ്രവർത്തനത്തിന്റെ ഫലമാണ് ഉദ്ഘാടന ചടങ്ങിൽ നമുക്ക് കാണാനായ ജനക്കൂട്ടമെന്നും പുത്തൂരിനെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കുവാൻ കഴിയുന്ന ഒന്നായി സുവോളജിക്കൽ പാർക്ക് മാറിയെന്നും ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി കെ രാജൻ പറഞ്ഞു. പുത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് മിനി ഉണ്ണികൃഷ്ണൻ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. ഒല്ലൂക്കര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ആർ രവി, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി രവീന്ദ്രൻ, ഇന്ദിരാ മോഹൻ, ശ്രീവിദ്യ രാജേഷ്, ജില്ലാ പഞ്ചായത്ത് അംഗം കെ വി സജു, ഒല്ലൂർ ACP സുധീരൻ, സുവോളജിക്കൽ പാർക്ക് ഉദ്യോഗസ്ഥർ, വനം വകുപ്പ് ജീവനക്കാർ, വിവിധ വകുപ്പ് ജീവനക്കാർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. ഉദ്ഘാടന ചടങ്ങിന്റെ വിജയത്തിനായി പ്രവർത്തിച്ച വിവിധ കമ്മിറ്റി ഭാരവാഹികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവരെ ചടങ്ങിൽ ഉപഹാരം നൽകി ആദരിച്ചു. അടുത്തത് മാടക്കമ്പറ CDS പാണഞ്ചി. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റും കോർഡിനേറ്റർ എന്നുള്ള നിലയിൽ സജീവും ഇവിടെ ഉണ്ടായിരുന്ന എല്ലാവരും ഓരോരുത്തരും പ്രത്യേകിച്ച് നമ്മുടെ ഓഫീസിൽ നിന്ന് പൂർണ്ണമായിട്ടൂടെ കേന്ദ്രീകരിച്ച ബെന്നിയും നമ്മുടെ ഈ സ്പെഷ്യൽ ഓഫീസറും ഡയറക്ടറും താഴത്തോട്ട് ഇങ്ങോട്ട് ഇറക്കിയാൽ ഓരോരുത്തരും അത്രയും ഗംഭീരമായി കേന്ദ്രീകരിച്ച് 24 മണിക്കൂർ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ നിന്നു. ഞാനതുകൊണ്ടാണ് പേര് പറയുന്നില്ല, ഓരോരുത്തരുടെ പേര് പറഞ്ഞാൽ പ്രയാസമായിരിക്കും. കുടുംബശ്രീയുടെ ജില്ലാ മിഷൻ, നമ്മുടെ CDS ചെയർപേഴ്സൺമാർ, നമ്മുടെ ADSകൾ, ജില്ലാ മിഷൻ കോർഡിനേറ്ററുടെ നേതൃത്വത്തിലുള്ള DPMOമാർ, അവരെല്ലാവരും ഇവിടെ കേന്ദ്രീകരിച്ചു. സത്യത്തിൽ അടുപ്പിച്ച് നിരവധിയായ ദിവസം ഇവിടെ കേന്ദ്രീകരിച്ചു എന്ന് മാത്രമല്ല, താഴത്തെ ADSകളിലേക്ക് പോയി ആളുകളെത്താൻ വേണ്ടിയിട്ടുള്ള ഒരു ക്യാമ്പയിൻ നടന്നു. നമ്മുടെ പഞ്ചായത്തിലെ എല്ലാ വാർഡുകളിലും ഇതുമായി ബന്ധപ്പെട്ട ചെറുതും വലുതുമായിട്ടുള്ള കുടുംബയോഗങ്ങളിൽ നടന്നു. എനിക്ക് തോന്നുന്നു ഞാനും ഇനിയും കൂടി തന്നെ 7-8 കുടുംബയോഗങ്ങളിൽ ഞാൻ തന്നെ പോവുകയുണ്ടായി. അവിടെയെല്ലാം ആളുകൾ വലിയ ആഹ്ലാദത്തിലും വളരെ സന്തോഷത്തിലുമായിരുന്നു. നമ്മുടെ നാടിന് ഈ ലോകത്തിൻ്റെ വിവിധ മേഖലകളിൽ അറിയപ്പെടാൻ പോകുന്നതിൻ്റെ ഒരു ഗുണകരമായ വശമുണ്ടായി. മണ്ഡലത്തിൽ MLA ആയ മുതലുള്ള ഒരു സന്തോഷം എല്ലാവരും നമ്മുടെ പൊതുപ്രവർത്തനങ്ങളിൽ കൂട്ടായി നിൽക്കുന്നു എന്നുള്ളതാണ്. പ്രത്യേകിച്ച് എന്നെക്കാൾ നന്നായി ഈ കാര്യങ്ങൾ ഇടപെടുകയും ചെയ്യുന്ന ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റും നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ 4 പേരും, അതാണ് എൻ്റെ ഒരു സന്തോഷം. നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാരും ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എന്നൊക്കെ പറഞ്ഞാൽ ഇപ്പം ഏതാണ്ട് പിരിയായതോടുകൂടി ഞാൻ പറയുകയാണ്, അതൊരു വല്ലാത്ത ടീമായിരുന്നു. ഒരു സഹോദരന്മാരെ പോലെ, സഹോദരന്മാരെ പോലെ ഒരു കാര്യം തീരുമാനിച്ചാൽ, ഞാനൊരു പുതു ടെൻഷൻ ജീവി ആയതുകൊണ്ട് എപ്പോഴും ഇവരൊക്കെ വിളിക്കും, എന്താവും പല കുഴപ്പമുണ്ടാവും, ആളുകൾ വരുമോ ശരിയാവില്ല എന്നൊക്കെ ചോദിച്ചിട്ട്. അത്ര ധൈര്യമാണ് ഈ കാര്യത്തിൽ നൽകിയിരുന്നത്. ഓരോ കാര്യത്തിലും ഇവിടേക്കുള്ള എല്ലാ ദിവസത്തെയും പരിപാടികൾ അവരുടെ സാന്നിധ്യം ഉണ്ടായി. നമ്മുടെ ജനപ്രതിനിധികൾ സമ്പൂർണ്ണമായി ഈ പ്രവർത്തനവുമായി സഹകരിച്ചു. ഇവിടുത്തെ പൊതുജനങ്ങൾ രാഷ്ട്രീയത്തിനതീതമായി അവരെല്ലാം ഓരോ ഘട്ടത്തിലും വിവരങ്ങൾ അന്വേഷിച്ചും പറഞ്ഞും കേട്ടും നമ്മുടെ ഈ വഴി ഒരുക്കുന്നതിൽ തന്നെ കടകമ്പോളങ്ങൾ, വ്യക്തികൾ അവരെല്ലാം അവരുടെ ചെലവിൽ മാലബൾബിട്ട് എലിമിനേഷൻ നേതൃത്വം നൽകി ഈ മഹത്തായ പരിപാടിയിൽ പങ്കുചേർന്നു. ഒരു തൈ നടാം ക്യാമ്പയിൻ ലക്ഷ്യം കൈവരിച്ചു. സംസ്ഥാനത്ത് 1 കോടിയിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ലോക പരിസ്ഥിതി ദിനത്തിൽ ഹരിത കേരളം മിഷൻ ആരംഭിച്ച ഒരു തൈ നടാം ജനകീയ വൃക്ഷവൽക്കരണ പരിപാടി ലക്ഷ്യം കൈവരിച്ചതായി പ്രഖ്യാപിച്ചു. സംസ്ഥാനത്തൊട്ടാകെ ഒക്ടോബർ 31 വരെ 1,65,879 വൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. ക്യാമ്പയിന്റെ സംസ്ഥാനതല പൂർത്തീകരണ പ്രഖ്യാപനം തൃശൂർ ടൗൺ ഹാളിൽ റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു.
നവകേരളത്തിലേക്കുള്ള യാത്രയിൽ ഈ ക്യാമ്പയിൻ അഭിമാനകരമായ നേട്ടമാണെന്ന് പ്രഖ്യാപനം നിർവഹിച്ചുകൊണ്ട് മന്ത്രി കെ രാജൻ പറഞ്ഞു. വരുന്ന തലമുറയ്ക്കു കൂടി മണ്ണിൽ ജീവിക്കുവാൻ അവകാശം കൊടുക്കണമെന്ന ഉറച്ച ബോധ്യത്തോടെയാണ് സർക്കാർ ഈ പദ്ധതി മുന്നോട്ട് വെച്ചത്. കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ ഇക്കാലത്ത് 1 കോടി തൈകൾ നട്ട് വലിയൊരു തണലാണ് നമ്മൾ ഒരുക്കിയിരിക്കുന്നത്. ഇനി ഈ തൈകളെല്ലാം പരിപാലിച്ച് സമൂഹത്തിന് തണലാകുക എന്ന ലക്ഷ്യവുമായി മുന്നോട്ടു പോകണം. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളെ ക്യാമ്പയിനിൽ ഉൾപ്പെടുത്തിയതിനാൽ വിദ്യാർത്ഥികളെ നമ്മുടെ നാടിനെ സംരക്ഷിക്കുവാനുള്ള സംസ്കാരത്തിന്റെ കാവൽക്കാരായി മാറ്റുവാൻ കഴിഞ്ഞതായി മന്ത്രി കൂട്ടിച്ചേർത്തു. പ്രകൃതി പുനഃസ്ഥാപനത്തിനും വൃക്ഷവൽക്കരണത്തിനും നാം ഏവരും ജാഗ്രത പുലർത്തണമെന്ന സന്ദേശവും ഈ ക്യാമ്പയിൻ മുന്നോട്ട് വെച്ചതായി മന്ത്രി പറഞ്ഞു. ക്യാമ്പയിനിൽ നേതൃത്വപരമായി പങ്കുവഹിച്ച തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ഹരിതകർമ്മ സേന, തൊഴിലുറപ്പ് തൊഴിലാളികൾ, കുടുംബശ്രീ, ജനപ്രതിനിധികൾ, ദേശീയ സമ്പാദ്യ പദ്ധതി വകുപ്പ്, സോഷ്യൽ ഫോറസ്ട്രി, മറ്റ് വിവിധ വകുപ്പുകൾ, ഏജൻസികൾ എന്നിവരെ മന്ത്രി അഭിനന്ദിച്ചു. നട്ട തൈകളെ പരിപാലിക്കുവാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയത് ശ്രദ്ധേയമായി എന്നും മന്ത്രി പറഞ്ഞു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ 60 ലക്ഷം തൈകളും സാമൂഹ്യ വനവൽക്കരണ വകുപ്പ് മുഖേന 40 ലക്ഷം തൈകളും ശേഖരിക്കാനായിരുന്നു ലക്ഷ്യമിട്ടിരുന്നത്. വംശനാശ ഭീഷണി നേരിടുന്ന കുളമാവ്, ആറ്റുപുന്ന, ഉണ്ടപ്പൈൻ തുടങ്ങിയ അപൂർവ വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുന്നതിന് പ്രത്യേക ശ്രദ്ധ നൽകി. ചങ്ങാരിക്കൊരു തൈ, ഓർമ്മമരം തുടങ്ങിയ ഉപക്യാമ്പയിനുകളും നടപ്പിലാക്കി. തൃശൂർ ടൗൺ ഹാളിൽ നടന്ന ചടങ്ങിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അസോസിയേഷൻ ജില്ലാ സെക്രട്ടറി KR രവി അധ്യക്ഷത വഹിച്ചു. ഹരിത കേരള മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ ഹരിപ്രിയ ദേവി ക്യാമ്പയിൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു. പുഴയ്ക്കൊഴുകാനുള്ള വഴിയൊരുക്കിക്കൊണ്ട് കേരളത്തിലെ ജലഗമന മാർഗങ്ങളെയും കൃഷിയെയും സമ്പന്നമാക്കി കേരളത്തിൻ്റെ സാമൂഹ്യ ജീവിത പരിസരങ്ങളെ ഹരിതാപമാക്കുക എന്ന വലിയ കർത്തവ്യം നിർവഹിക്കാനാണ് ഹരിത കേരളം പദ്ധതി ഈ കേരളത്തിൽ രൂപപ്പെടുത്തിയത്. പരിസ്ഥിതിയുടെ പുനഃസ്ഥാപനവും നശിച്ചുകൊണ്ടിരിക്കുന്ന ആവാസ വ്യവസ്ഥയെ പുനരുജ്ജീവിപ്പിക്കുന്നതിനായി ലോകം വൈവിധ്യമാർന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് അത്തരമൊരു ലക്ഷ്യത്തിന് കേരളമെന്ന് നമ്മുടെ കൊച്ചു സംസ്ഥാനത്ത് ആക്കം കൂട്ടാൻ വേണ്ടി നാം ആരംഭിച്ച ഹരിത കേരള മിഷൻ സർക്കാർ ചുമതലപ്പെടുത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ ഏറ്റവും ശ്രദ്ധേയമായ രീതിയിൽ സമൂഹത്തിൻ്റെ എല്ലാ മേഖലകളുടെയും പിന്തുണയും പങ്കാളിത്തവും ഉറപ്പുവരുത്തിക്കൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും അഥവാ തദ്ദേശ സ്വയംഭരണ വകുപ്പും ഹരിത കേരള മിഷനും ചേർന്ന് വളരെ പ്രഗത്ഭമായിട്ടുള്ള ഈ പ്രവർത്തനത്തിൻ്റെ ചുമതല ഏറ്റെടുത്തതായി നമുക്ക് കാണാൻ കഴിയും. ഈ ക്യാമ്പയിൻ്റെ മുദ്രാവാക്യം തന്നെ ഒരു തൈ നടാം എന്നാണ്. സുഗതകുമാരി ടീച്ചറുടെ വളരെ പ്രമുഖമായിട്ടുള്ളൊരു കവിതയുടെ ആദ്യ വരികളാണ്: ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി, ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി, ഒരു തൈ നടാം 100 കിളികൾക്കു വേണ്ടി, ഒരു തൈ നടാം നല്ല നാളേക്ക് വേണ്ടി. അത് ഞാൻ പൂർണ്ണമായിട്ട് ചൊല്ലാൻ ആഗ്രഹിക്കുകയല്ല. നാം ഒരു തൈ നടുന്നത് നാളെ ഹരിതാപമാർന്ന് നമ്മുടെ ലോകത്തിൻ്റെ പലതിനും വേണ്ടിയാണെന്ന തിരിച്ചറിവിലേക്ക് നമ്മുടെ സമൂഹത്തെ കൊണ്ടുവന്ന് ഇവിടെ ഹരിപ്രിയ അവതരിപ്പിച്ച റിപ്പോർട്ടിൽ സൂചിപ്പിച്ചതുപോലെ 1 കോടി തൈകൾ എന്ന ലക്ഷ്യം 1,06,58,790 തൈകൾ ഈ കേരളത്തിൽ നമ്മൾ എല്ലാവരും ചേർന്ന് നട്ടു എന്ന ഔപചാരികമായ പ്രഖ്യാപനമാണ് സംസ്ഥാന തലത്തിൽ ഇവിടെ നടത്താൻ ഈ യോഗം നമ്മൾ വിളിച്ചു ചേർത്തിട്ടുണ്ട്. അത് വളരെ ശ്രദ്ധേയമായ ഒന്നാണ്. 1 കോടി തൈകൾ നമ്മുടെ ജീവിതത്തിനകത്ത് നാം ചൂട് പിടിച്ചുകൊണ്ടിരിക്കുന്ന ഓസോൺ പാളികളിൽ വിള്ളലുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൻ്റെ നടുവിൽ നട്ട് ലോകത്തിനൊരു തണലുണ്ടാക്കി കൊടുത്തു എന്ന യാഥാർത്ഥ്യം നാം അവതരിപ്പിക്കുകയാണ്. കേരളത്തിലെ അതിദരിദ്രരെ കാണണമെങ്കിൽ ഇടമലക്കുടിയിലേക്ക് ഒരു യാത്ര നടത്തണമെന്ന് BJP സംസ്ഥാന ജനറൽ സെക്രട്ടറി ശോഭ സുരേന്ദ്രൻ. അതിദരിദ്രർ ഇല്ല എന്ന് കാണിക്കുവാൻ മുഖ്യമന്ത്രി കോടികളുടെ പരസ്യം നൽകുകയാണ്. കേന്ദ്രം നൽകുന്ന ഫണ്ടുകൾ വകമാറ്റി കേരളത്തിന് മുൻപിൽ മേനി നടിക്കുകയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി. കേരളത്തിലെ പാവപ്പെട്ടവരുടെ ഒറ്റുകാരനാണ് മുഖ്യമന്ത്രി. എത്ര കോടി സമ്പാദിച്ചാലും അനിൽ അംബാനി നെഞ്ചുപൊട്ടി കരയുന്ന പോലെ കേരളത്തിലെ മുഖ്യമന്ത്രിയും കരയേണ്ടി വരും. പിണറായി വിജയനാണ് EP ജയരാജനെ LDF കൺവീനർ സ്ഥാനത്ത് നിന്നും പുറത്താക്കിയത്. എന്തിനു വേണ്ടിയാണ് EP പുറത്താക്കിയതെന്ന് വ്യക്തമാക്കണം.
ജയരാജനെ മൂക്കുകൊണ്ട് കോടതിയിൽ ക്ഷ വരപ്പിക്കും, നട്ടിലുള്ളവരോട് ഏറ്റുമുട്ടുവാനുള്ള തന്റെ ഇടം EP ജയരാജനില്ല എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. മരംമുറിയിൽ 12ഓളം കേസിൽ പ്രതിയായ ആൾ ജാമ്യത്തിലിറങ്ങി മാധ്യമസ്ഥാപനം നടത്തുകയാണ്. 3000 കോടി കണ്ടുകിട്ടിയ അംബാനിയുടെ ഗതികേട് തന്നെയാണ് ചാനൽ മുതലാളിക്ക് ഭാവിയിൽ വരാനിരിക്കുന്നത്. മെസ്സിയെ കേരളത്തിലെത്തിക്കുവാൻ എത്ര പേരുടെ കയ്യിൽ നിന്നും പണം സ്പോൺസർ വാങ്ങിയിട്ടുണ്ടെന്ന് പരിശോധിക്കണം. കൊച്ചിയിലെ സ്റ്റേഡിയം ഒരു കരാർ പോലുമില്ലാതെ എങ്ങനെയാണ് ആൻഡോയ്ക്ക് വിട്ടുകൊടുത്തത്? സ്റ്റേഡിയം കരാറ് പോലുമില്ലാതെ മാധ്യമത്തൊഴിലാളിക്ക് ഏൽപ്പിച്ചു നൽകുവാൻ മുഖ്യമന്ത്രിക്ക് നാണമുണ്ടോ എന്ന് തൃശൂരിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവേ ശോഭാ സുരേന്ദ്രൻ ചോദിച്ചു. മെസ്സി കേരളത്തിലേക്ക് വരുമെങ്കിൽ കേന്ദ്ര സ്പോർട്സ് മന്ത്രി അറിയാതെ വരില്ല എന്നും ശോഭാ സുരേന്ദ്രൻ പറഞ്ഞു. പത്രസമ്മേളനത്തിൽ BJP സിറ്റി ജില്ലാ ട്രഷറർ വിജയൻ മേപ്പുറത്ത്, മണ്ഡലം പ്രസിഡന്റ് രഘുനാഥ് സി മേനോൻ, ന്യൂനപക്ഷ മോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടോണി ചാക്കോള തുടങ്ങിയവരും ഉണ്ടായിരുന്നു. അതിദരിദ്രരുടെ ലിസ്റ്റിൽ അപേക്ഷ കൊടുത്തിട്ടും ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെന്ന് പരാതിയുമായി കുമ്പളങ്ങാട് സ്വദേശി അവിവാഹിതയായ മേലേപ്പാട് ഭുവനേശ്വരിയമ്മ നഗരസഭയിലെത്തി. വർഷങ്ങളായി വീടിനും സ്ഥലത്തിനും വേണ്ടി നഗരസഭയിൽ കയറി ഇറങ്ങി നടക്കുകയാണിവർ. സർക്കാരിൽ നിന്നും ലഭിക്കുന്ന ക്ഷേമ പെൻഷനാണ് ഇപ്പോഴുള്ള ആകെ ഉപജീവന മാർഗം. ആ പണം കൊണ്ട് ഭക്ഷണത്തിനോ മരുന്നിനോ തികയുന്നില്ല എന്നും അതിദരിദ്രരുടെ ലിസ്റ്റിൽ പെടുത്തുവാനുള്ള സർവേ കഴിഞ്ഞുപോയതാണ്. പിന്നീട് ഒരു അറിയിപ്പും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇപ്പോൾ മുഖ്യമന്ത്രി കേരളത്തെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനമായി പ്രഖ്യാപിച്ചപ്പോഴാണ് താൻ പറ്റിക്കപ്പെട്ടു എന്ന് ഭുവനേശ്വരി അമ്മയ്ക്ക് മനസ്സിലായത്. അന്നു മുതൽ പരാതിയുമായി അവർ നഗരസഭയിൽ കയറി ഇറങ്ങുകയാണ്. തനിക്കു വീടും സ്ഥലവും നൽകിയില്ലെങ്കിൽ നഗരസഭയുടെ മുൻപിൽ അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിക്കുമെന്ന് ഭുവനേശ്വരി അമ്മ പറഞ്ഞു. വടക്കാഞ്ചേരി നഗരസഭാ പരിധിയിൽ ഇതുപോലെ 100 കണക്കിന് ആളുകൾ അതിദരിദ്രരായി ഇപ്പോഴും നിലനിൽക്കുന്നുവെന്ന് DCC ജനറൽ സെക്രട്ടറി K. അജിത് കുമാർ പറഞ്ഞു. ഇടത് സർക്കാരിന്റെ അതിദാരിദ്ര്യമുക്ത സംസ്ഥാനം എന്നുള്ള പ്രഖ്യാപനം വെറും തട്ടിപ്പാണെന്നും യഥാർത്ഥത്തിൽ അർഹരായ മുഴുവൻ ആളുകളെയും ലിസ്റ്റിൽ ഉൾപ്പെടുത്തി അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണണമെന്നും DCC ജനറൽ സെക്രട്ടറി ആവശ്യപ്പെട്ടു. കേരളം അതിദരിദ്ര സംസ്ഥാനമായി, ദരിദ്ര വിമുക്ത സംസ്ഥാനമായി മുഖ്യമന്ത്രി കഴിഞ്ഞ ദിവസം പ്രഖ്യാപിക്കുകയുണ്ടായി. കേരളത്തിൽ അതിദരിദ്രരില്ല, താമസിക്കാൻ സ്ഥലമില്ലാത്ത, കിടപ്പാടമില്ലാത്ത ആരുമില്ല എന്നൊക്കെയാണ് മുഖ്യമന്ത്രി അവിടെ വലിയ വായിൽ വിളിച്ചു പറഞ്ഞത്. ഈ നിൽക്കുന്ന ഭുവനേശ്വരി അവർ വാടകയ്ക്കാണ് താമസിക്കുന്നത്. അവർക്ക് ആകെയുള്ളത് ഈ ഇവിടുന്ന് കിട്ടുന്ന പെൻഷനാണ്. വേറെ യാതൊരു വരുമാനവുമില്ല. പലപ്പോഴും സഹോദരി എന്തെങ്കിലും കൊടുത്താലാണ് അവരുടെ കാര്യങ്ങൾ നടക്കുന്നത്. അവർക്ക് സ്ഥലമോ വീടോ ഒന്നുമില്ല. അതിദരിദ്രരുടെ സർവേ വന്നപ്പോൾ ഇവർ ഭുവനേശ്വരി ഈ നഗരസഭയിൽ അപേക്ഷ കൊടുത്തിരുന്നു. വർഷങ്ങളായി ഇങ്ങനെ നടക്കുകയാണ് ഇവർക്കൊരു സ്ഥലമോ വീടോ കൊടുക്കാൻ ഇതുവരെ നഗരസഭയ്ക്ക് കഴിഞ്ഞിട്ടില്ല. അവരിപ്പോൾ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം കണ്ടപ്പോഴാണ് അപേക്ഷ കൊടുത്ത് എനിക്കൊന്നും കിട്ടിയില്ലല്ലോ എന്നറിഞ്ഞ് ഇവർ ഇപ്പോൾ ഇവിടെ വീടിൻ്റെ ഇത് അന്വേഷിച്ചു വന്നതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഇതുപോലെ 100 കണക്കിന് ആളുകളാണ് വടക്കാഞ്ചേരി നഗരസഭയിലുള്ളത്. ഇതാണ് നമ്മുടെ അതിദരിദ്ര വിമുക്ത സംസ്ഥാനം. മുഖ്യമന്ത്രി ഇങ്ങനെ ഇരുന്ന് അതിദരിദ്രം ഇല്ല എന്ന് പറയുമ്പോൾ ഇവർക്ക് കിട്ടുന്ന സൗജന്യ റേഷൻ പോലും കിട്ടാത്തൊരു സ്ഥിതിയാണുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഭുവനേശ്വരിയെ പോലെയുള്ള ആളുകൾ 100 കണക്കിന് ആളുകൾ വടക്കാഞ്ചേരി നഗരസഭയിലും കേരളത്തിലുണ്ട്. അടിയന്തരമായി ഈ മുഖ്യമന്ത്രിയുടെ പ്രഖ്യാപനം 100% ആവണമെങ്കിൽ ഇവരെ പോലുള്ള ആളുകൾക്ക് വീടും സ്ഥലവും ലഭ്യമാക്കാനും അവരുടെ ജീവനോപാധി ഉണ്ടാക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്നാണ് കോൺഗ്രസ് പാർട്ടിക്ക് പറയാനുള്ളത്. തൃശൂർ ലൂർദ് മാതാ ബസിലിക്ക തിരുനാളിന്റെ ഭാഗമായി നടത്തിയ അലങ്കാര ദീപങ്ങളുടെ സ്വിച്ച് ഓൺ കർമ്മം DIG ഹരിശങ്കർ നിർവഹിച്ചു. മന്ത്രി K. രാജൻ, കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി, ആർച്ച് ബിഷപ്പ് മാർ ആൻഡ്രൂസ് താഴത്ത്, സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ തുടങ്ങിയവർ ദീപാലങ്കാരം ദർശിക്കുവാൻ എത്തിയിരുന്നു. നവംബർ 9-നാണ് പെരുന്നാൾ.
മാടക്കത്തറ പഞ്ചായത്ത് CML RRP മുഖ്യമന്ത്രിയുടെ തദ്ദേശ റോഡ് പദ്ധതി അക്കരപ്പുറം ചിറ റോഡ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ അധ്യക്ഷം വഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചെന്നിക്കര, KP പ്രശാന്ത്, ജെയ്മി, മിഥുൻ തീയത്ത് തുടങ്ങിയ പഞ്ചായത്ത് അംഗങ്ങളും പങ്കെടുത്തു. നേരെയാണ് ഒരു വാക്ക് നമ്മളിപ്പോൾ പാലിക്കുകയാണ്. അത് അന്നിവിടെ വന്ന് ഇതിൻ്റെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എന്ത് വില കൊടുത്തും ഈ റോഡ് നന്നാക്കും എന്ന് പറഞ്ഞപ്പോൾ അധികമായി വിശ്വസിച്ചിരുന്നില്ല. ആ കഥ ഞാനിപ്പോൾ പറയണില്ല. കിളിക്കത്തിൽ ഇന്നസെൻ്റ് ലോട്ടറി കിട്ടിയെന്ന് കഥ പറഞ്ഞ പോലെയാണ്. 4 ഉറ കണ്ടിട്ടുണ്ട്, 6 ഉറ കണ്ടിട്ടുണ്ട്, 8 ഉറ കണ്ടിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് നാട്ടുകാർ പറഞ്ഞതൊക്കെ ഞങ്ങൾ എത്ര കേട്ടിട്ടുള്ളതാണെന്ന്. ഞങ്ങളൊന്നും ഒരു കാര്യം പറഞ്ഞാൽ ജീവിതത്തിലൊരിക്കലും അത് മാറ്റി പറയുന്ന ആളുകളല്ല, ചെയ്യാതെ പോകുന്ന ആളുകളുമല്ല. ഞാൻ ഈ ഹൈമാസ് ലൈറ്റിൽ ഉദ്ഘാടനത്തിന് വന്നപ്പോൾ പറഞ്ഞു, ഇതാ റോഡ് വരാൻ പോകുന്ന ഔദ്യോഗികമായ ഉത്തരവ് കിട്ടി. കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് ആ കാര്യം പൂർത്തീകരിക്കാൻ പറ്റും. യഥാർത്ഥത്തിൽ ഇപ്പോൾ താണിക്കുടം പുഴയുടെ നവീകരണം നമ്മളിതിൻ്റെ കൂട്ടത്തിലെടുത്തിട്ടുള്ളത് വർക്കാണ്. 5 കോടി രൂപയുടെ ഒരു വർക്കാണ്. സ്വാഭാവികമായിട്ടും അതിൻ്റെ ഭാഗമായിട്ടുള്ള സർവേയും അളവെടുപ്പും ഒക്കെ കഴിഞ്ഞ് താണിക്കുടം ഭഗവതിയാണ് യഥാർത്ഥത്തിൽ പുഴ ഇങ്ങോട്ട് വന്ന് ആറാട്ട് നടത്തുന്ന നമ്മുടെ പ്രദേശത്തെ ഏക ഭഗവതി. അതുകൊണ്ട് തന്നെ താണിക്കുടം പുഴ വളരെ പ്രാധാന്യവും പ്രത്യേകതയും ഉള്ളതാണ്. താണിക്കുടം പുഴയുടെ നവീകരണം തീരുമാനിക്കുമ്പോൾ അതിൻ്റെ ഭാഗമായി അക്കരപ്പുറം ചിറകൂടി നവീകരിക്കുന്ന വിധത്തിലുള്ള ഒരു പ്രോജക്റ്റാണ് നമ്മൾ തയ്യാറാക്കിയിട്ടുള്ളത്. മുല്ലക്കരയിലെ 394 കുടുംബങ്ങളുടെ കുടിവെള്ള പ്രതിസന്ധികൾക്ക് പരിഹാരമായി നിർമ്മിച്ച പദ്ധതിയുടെ ഉദ്ഘാടനം മേയർ MK വർഗീസ് നിർവഹിച്ചു. ഉദയഗിരിയിൽ 14.45 കോടി രൂപ ചിലവഴിച്ച് നിർമ്മിച്ച പരിപാടിയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഡെപ്യൂട്ടി മേയർ ML റോസി, കൗൺസിലർ അനീഷ് അഹമ്മദ്, കരോളിൻ ജെനീഷ്, അമൃത് മിഷൻ ഡയറക്ടർ സൂരജ് ഷാജി IAS തുടങ്ങിയവർ സംസാരിച്ചു. നമ്മുടെ നികുതി പണം അധികം ചെലവാക്കാതെ അത് നടപ്പിലാക്കേണ്ട ഉത്തരവാദിത്വം ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്ന നിലയ്ക്ക് കോർപ്പറേഷനുണ്ട്. ഇവിടെ ഇരിക്കുന്ന കൗൺസിലർമാരും ഉദ്യോഗസ്ഥന്മാരും ഒറ്റക്കെട്ടായി ഇരുന്ന് ആലോചിച്ചു എന്ത് ചെയ്യണം. ഞങ്ങളൊരു തീരുമാനത്തിൽ അങ്ങെത്തി. പീച്ചിയിൽ നിന്നും പുതിയ പൈപ്പ് ഇടണം. 800 mm പൈപ്പ് കൂടിയിട്ട് 59 കോടി മുടക്കിയിട്ടാണ് ഇട്ടേക്കണേ. അപ്പോൾ ഒരു സംരംഭം തുടങ്ങുമ്പോൾ അതിന് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. അത് പീച്ചിയിൽ നിന്നും നമ്മുടെ ക്ഷേത്ര മൈതാനത്തിലേക്ക് എത്തുമ്പോൾ 18 കിലോമീറ്റർ നീളത്തിലാണ് പൈപ്പ് ഇടേണ്ടത്. അതിനിടയിൽ മഴ വന്നു. പല സ്ഥലങ്ങളിലും നമ്മൾ സമയബന്ധിതമായി പൂർത്തീകരിക്കാൻ പറ്റാത്ത സാഹചര്യം വന്നു. തൃശൂർ മെഡിക്കൽ കോളേജിലെ HDS RSBY തൊഴിലാളികളെയും മറ്റ് താൽക്കാലിക തൊഴിലാളികളെയും ESI പരിധിയിൽ ഉൾപ്പെടുത്തണമെന്ന് സുന്ദരൻ കുന്നത്തുള്ളി. മെഡിക്കൽ കോളേജ് അധികാരികൾ ESI പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിന് എതിരായി കോടതി വ്യവഹാരം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. തൊഴിലാളി വിരുദ്ധ നടപടികളാണ് മെഡിക്കൽ കോളേജ് അധികാരികൾ വർഷങ്ങളായി തുടർന്നു വരുന്നത്. ESI ആനുകൂല്യങ്ങൾ നടപ്പിലാക്കുന്നതിന് വേണ്ടി INTUC ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. INTUC വടക്കാഞ്ചേരി നിയോജക മണ്ഡലം നേതൃത്വ സംഗമം ജില്ലാ കമ്മിറ്റി ഓഫീസിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. നിയോജക മണ്ഡലം പ്രസിഡന്റ് CK ഹരിദാസ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ജില്ലാ ജനറൽ സെക്രട്ടറി AT ജോസ്, ജില്ലാ വൈസ് പ്രസിഡന്റുമാരായ KN നാരായണൻ, MR രവീന്ദ്രൻ, IR മണികണ്ഠൻ, താരാബായ് P, NL ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. പുതിയ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുതുവറ ശിവക്ഷേത്രത്തിലേക്ക് കടക്കുവാൻ എൻട്രൻസ് ഇല്ലെന്നാരോപിച്ചാണ് കോൺക്രീറ്റ് ഡിവൈഡർ തല്ലിത്തകർത്ത മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായ അനിൽ അക്കര. പുതിയ റോഡ് നിർമ്മാണത്തിന്റെ ഭാഗമായി മുതുവറ ശിവക്ഷേത്രത്തിലേക്ക് എതിർഭാഗത്ത് നിന്ന് എൻട്രൻസ് ഇല്ല. ക്ഷേത്രത്തിലേക്ക് 2 ഭാഗത്തു നിന്നും വരുന്ന ആളുകൾക്ക് പ്രവേശിക്കുവാനുള്ള എൻട്രൻസ് വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് അടാട്ട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പന്തം കൊളുത്തി പ്രകടനം നടത്തിയിരുന്നു. ഇതിനോടനുബന്ധിച്ച് അധികൃതർക്ക് രേഖാമൂലം പരാതിയും നൽകിയിരുന്നു. നടപടികളൊന്നും സ്വീകരിക്കാതിരുന്ന സാഹചര്യത്തിൽ മുൻ MLAയും KPCC ജനറൽ സെക്രട്ടറിയുമായ അനിൽ അക്കര ഡിവൈഡർ നീക്കം ചെയ്ത് പ്രതിഷേധിച്ചു. 3 ലക്ഷം രൂപ ദിവസ വാടകയുള്ള മെഷീൻ ഉപയോഗിക്കാതെ കോൺക്രീറ്റ് മുഴുവൻ ചെയ്തിരിക്കുന്നത് കായികമായാണ് എന്നും ഈ റോഡ് പണിയിൽ വലിയ അഴിമതി നടന്നിട്ടുണ്ട് എന്നും റോഡ് പണി കഴിഞ്ഞതിനു ശേഷം ഇതെല്ലാം പുറത്തു കൊണ്ടുവരുമെന്നും അനിൽ അക്കര പറഞ്ഞു.
മാടക്കത്തറ ഗ്രാമപഞ്ചായത്ത് 9-ാം നമ്പർ അങ്കണവാടിയുടെ ഉദ്ഘാടനം റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ നിർവഹിച്ചു. പ്രസിഡന്റ് ഇന്ദിരാ മോഹനൻ അധ്യക്ഷം വഹിച്ചു. വൈസ് പ്രസിഡന്റ് സണ്ണി ചിന്നിക്കര, കെ പി പ്രശാന്ത്, സാവിത്രി രാമചന്ദ്രൻ, ജെയ്മി, മിഥുൻ തീയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. നിങ്ങളുടെ എല്ലാം അനുവാദത്തോടുകൂടി സന്തോഷപൂർവ്വം ഈ അംഗനവാടി കെട്ടിടം ഉദ്ഘാടനം ചെയ്തതായി സന്തോഷപൂർവ്വം അറിയിക്കുന്നു. MLA ആസ്തി വികസന ഫണ്ട് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ കെട്ടിടം ഇവിടെ നിർമ്മിച്ചത് എന്നിവിടെ സ്വാഗത പ്രസംഗത്തിൽ പറഞ്ഞു. പഞ്ചായത്ത് മെമ്പറും പ്രസിഡന്റും AG മോഹൻദാസും ഗോപിയേട്ടനും എല്ലാവരും തുടർച്ചയായി ഈ കാര്യത്തിൽ ആവശ്യപ്പെടുകയും നിർദ്ദേശം നൽകുകയും ഒക്കെ ചെയ്തിരുന്നു. എല്ലാവരുടെയും കൂടി കൂട്ടായ്മയുടെ ഭാഗമായിട്ടുള്ള ശ്രദ്ധേയമായിട്ടുള്ള ഈ പ്രവർത്തനത്തിൽ എല്ലാ വിധത്തിലുള്ള ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ചടങ്ങ് ഉദ്ഘാടനം ചെയ്തതായി അറിയിക്കുന്നു. നമസ്കാരം. നമ്മുടെ എല്ലാം വാർഡ് മെമ്പർ തുളസി, അതുപോലെ തന്നെ വാർഡ് മെമ്പർമാരായ സിമി, സോഫി, നമ്മുടെ ബ്ലോക്കിലെ CDPO, നമ്മുടെ പഞ്ചായത്തിലെ ICDS സൂപ്പർവൈസർ സജീബ്, CDSൻ്റെ ചെയർപേഴ്സൺ സതി, മറ്റു എത്രയും പ്രിയമുള്ള നമ്മുടെ ഗോപിയേട്ടൻ, മധുസൂദന മാഷ്, രവിയേട്ടൻ, മറ്റ് എത്രയും പ്രിയമുള്ള അംഗനവാടി ടീച്ചർമാർ, മറ്റു സുഹൃത്തുക്കളെ, ദൈവത്തിൻ്റെ നാട് ഏതാണെന്ന് ചോദിച്ചാൽ ഇപ്പോൾ മാടക്കത്തറയാണെന്ന് പറയേണ്ട ഒരു സ്ഥിതിയാണ് അല്ലേ. വളരെ വർഷങ്ങളായി ഗോപിയേട്ടൻ, VS ഗോപിയേട്ടനൊക്കെ തുടങ്ങി വെച്ച വർക്കുകൾ പൂർത്തീകരിച്ച് തുളസിക്ക് ഈ 5 വർഷക്കാലം ചാകരയായിരുന്നു. അത് നിങ്ങളുടെ ഒരു ഭാഗ്യമാണ്. നമ്മുടെ പഞ്ചായത്തിൻ്റെ ഏറ്റവും വികസനം ചെന്ന ഒരു വാർഡും ഒരു പ്രദേശവുമാണ് ടൗണോട് കൂടി ചേർന്ന് കിടക്കുന്ന നമ്മുടെ ഈ വെള്ളാനിക്കര ഭാഗം. നമുക്കെല്ലാവർക്കും അറിയാം, പഴയ സ്ഥാപനങ്ങൾ പണ്ട് ഓരോ ഷെഡിലും. ഇനിയൊരു ഇടവേള. ചേരും നേരം ഇന്നും കണ്ണിൽ മിന്നും നീയും കാലം നമ്മിൽ ഒന്നായി മാറി ഓരോ നാടും നീ എൻ സ്വന്തം. SRK Gold and Diamonds, കാളത്തോട്, തൃശൂർ. Making every celebration sparkle. MediPlus Diagnostics, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കളക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും. ജനറൽ മെഡിസിൻ MD, കൺസൾട്ടന്റ് ഫിസിഷ്യൻ ആൻഡ് ഡയബറ്റോളജിസ്റ്റ് വൈകിട്ട് 5 മണി മുതൽ സേവനമനുഷ്ഠിക്കുന്നു. സ്കാനിങ്ങിനും ഡോക്ടർമാരുടെ ബുക്കിംഗിനുമായി കോൺടാക്ട് MediPlus Diagnostics, സുവർണ ബസാർ, മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG. ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏത് നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. You have any sort of depression? പ്രണയ നൈരാശ്യം? കിടക്കയിൽ മൂട്ട? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ
കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞു കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. പുട്ട് കഴിക്കണം. എനിക്ക് പുട്ട് കഴിക്കാൻ തോന്നുന്നുണ്ട്. പുട്ടാ? ഈ നേരത്താ? വഴിയുണ്ടാക്കാം. യൂണിക് കിച്ചൻ പുട്ടുപൊടി, ശുദ്ധമായ ഭക്ഷണം. ഇത് ഞങ്ങളുടെ പ്രോമിസ്. വീണ്ടും വാർത്തയിലേക്ക്. മാലിന്യ കൂമ്പാരത്തിന് വിട നൽകി വികസനം വിജയപ്രദമാക്കിയ ഡിവിഷൻ 23 മിഷൻ ക്വാർട്ടേഴ്സ് മിഷൻ വാക്വേയിൽ കൗൺസിലർ ശ്രീമതി ലീല വർഗീസിന്റെ നേതൃത്വത്തിൽ ജനങ്ങൾക്ക് സന്തോഷപ്രദമായി പ്രായഭേദമന്യേ വ്യായാമം ചെയ്യുവാൻ ഓപ്പൺ ജിം ഒരുക്കി. തൃശൂർ ഡിസ്ട്രിക്ട് വെറ്ററൻസ് അത്ലറ്റിക് അസോസിയേഷന്റെ സഹകരണത്തിൽ സ്ഥാപിച്ച ഈ ജിമ്മിന്റെ ഉദ്ഘാടന കർമ്മം മേയർ MK വർഗീസ് നിർവഹിച്ചു. തൃശൂർ കളക്ടർ അർജുൻ പാണ്ഡ്യൻ, പത്മശ്രീ, അർജുന അവാർഡുകൾ കരസ്ഥമാക്കിയ IM വിജയൻ, TS പട്ടാഭിരാമൻ, അസോസിയേഷൻ പ്രസിഡന്റ് സെക്രട്ടറി ജോസഫ് തോമസ് തുടങ്ങിയവർ സംസാരിക്കുകയുണ്ടായി. കൗൺസിലർമാരായ സുനിൽ രാജ്, സിന്ധു ആൻഡോ ചാക്കോള, മുൻ കൗൺസിലർ ബൈജു വർഗീസ്, ക്ലബ് മെമ്പർ ജോജു തെക്കത്ത്, മാർട്ടിൻ, ജോജു എ ജോർജ്, പ്രദേശവാസികൾ തുടങ്ങിയവരുടെ സാന്നിധ്യവും ഏറെ ശ്രദ്ധേയമായി. ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ 19ാമത് ദേശീയ ജംബോരിയിലേക്കും ഡയമണ്ട് ജൂബിലി ജംബോരിയുടെ ഗ്രാൻഡ് ഫിനാലെയിലേക്കും കേരളത്തിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 8 പേരിൽ ഒരാളായി തൃശൂർ രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയത്തിലെ 9ാം ക്ലാസ് വിദ്യാർത്ഥിയായ ആദിദേവ് PR ഇടം നേടി. കേരളത്തിന് അഭിമാനകരമായ നേട്ടമാണിത്. ഉത്തർപ്രദേശ് സ്റ്റേറ്റ് ഭാരത് സ്കൗട്ട് ആൻഡ് ഗൈഡ്സിന്റെ ആതിഥേയത്വത്തിന്റെ 2025 നവംബർ 23 മുതൽ 29 വരെ ലക്നൌവിലെ വൃന്ദാവൻ യോജനയിലാണ് ഈ ദേശീയ കൂട്ടായ്മ സംഘടിപ്പിക്കുന്നത്. തൃശൂർ രാമവർമ്മപുരം കേന്ദ്രീയ വിദ്യാലയത്തിലെ സ്കൗട്ട് അംഗമാണ് ആദിദേവ്. കേരള പോലീസ് അക്കാദമിയിലെ ASI ഡോക്ടർ വിനോദ് കുമാർ, ഹരിശ്രീ സ്കൂൾ അധ്യാപിക രജനി LR തുടങ്ങിയവരാണ് ആദിദേവ് VRന്റെ മാതാപിതാക്കൾ. ദേശീയ തലത്തിൽ കേരളത്തെ പ്രതിനിധീകരിക്കുന്ന ആദിദേവിന് വിദ്യാലയ അധികൃതരും സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് നേതൃത്വവും അഭിനന്ദനം അറിയിച്ചു. CPI ഓട്ടുപാറ ബ്രാഞ്ച് കമ്മിറ്റി അംഗവും AITUC യൂണിയൻ നേതാവുമായ AM കബീർ INTUCയിൽ ചേർന്നു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് MH ഷാനവാസ് ത്രിവർണ്ണ ഷോൾ അണിയിച്ച് സ്വീകരിച്ചു. INTUC മണ്ഡലം പ്രസിഡന്റ് TP ഗിരീശൻ മെമ്പർഷിപ്പ് കൊടുത്തു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് വടക്കാഞ്ചേരി ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി സെക്രട്ടറി KK അബൂബക്കർ, വടക്കാഞ്ചേരി മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി വൈസ് പ്രസിഡന്റ് KA മഹേഷ്, INTUC നേതാക്കളായ നിഷാന്ത്, കുട്ടപ്പൻ, ഷാജൻ, സുലൈമാൻ, ഉമ്മർ, ഷക്കീർ തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. മറ്റു വാർത്തകൾ ഒരു ഇടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. പരിശുദ്ധ സ്വർണ്ണ വിപണനത്തിന്റെ വിശ്വസ്തവും സംതൃപ്തവുമായ 40 വർഷങ്ങൾ. സണ്ണീസ് ജ്വല്ലറി. കാലത്തിനൊപ്പം മാറുന്ന ഡിസൈനുകളുമായി തീർത്തും പരിശുദ്ധമായ സ്വർണം, വെള്ളി, ഡയമണ്ട് ആഭരണങ്ങൾ. ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കാൻ വിപുലമായ കളക്ഷൻസ്. സുദീർഘമായ 4 പതിറ്റാണ്ടിലൂടെ ആർജിച്ചെടുത്ത ജനവിശ്വാസം. മണ്ണുത്തിയിൽ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപവും പോസ്റ്റ് ഓഫീസിന് സമീപവുമായി 2 ഷോറൂമുകൾ. മോഹന വാഗ്ദാനങ്ങളില്ലാത്ത വിശ്വസ്ത സ്ഥാപനം.
സണ്ണീസ് ജ്വല്ലറി, തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം മണ്ണുത്തി, പോസ്റ്റ് ഓഫീസിന് സമീപം മണ്ണുത്തി. നീലി എന്റെ എല്ലാ പ്രശ്നത്തിലും കൂടി ഉണ്ടായില്ല. ഇനി ആരൊക്കെ എതിർത്താലും എന്തൊക്കെ സംഭവിച്ചാലും നിന്നെ ഞാൻ ഇവിടെ മുമ്പ് ചേട്ടൻ വീണ്ടും വാർത്തയിലേക്ക്. ഒരു വർഷം മുമ്പ് നഷ്ടപ്പെട്ട മൊബൈൽ ഫോൺ CEIR പോർട്ടൽ വഴി ഒഡീഷയിൽ നിന്നും തിരിച്ചെത്തിച്ചത് വടക്കാഞ്ചേരി പോലീസ്. സജി റാഫേൽ മേക്കാട്ടുകുളം എന്നയാളുടെ കുണ്ടന്നൂരിലെ കടയിൽ നിന്നും മൊബൈൽ ഫോൺ ഒരു വർഷം മുമ്പ് നഷ്ടപ്പെട്ടിരുന്നു. ഇക്കാര്യത്തിന് പരാതി വടക്കാഞ്ചേരി സ്റ്റേഷനിലും CEIR പോർട്ടലിലും രജിസ്റ്റർ ചെയ്തിരുന്നു. അന്വേഷണം തുടരുന്നതിനിടയിൽ മൊബൈൽ ഫോൺ ഒഡീഷയിൽ വെച്ച് ഓൺ ആയെന്നും പോർട്ടൽ വഴി സൈബർ സെല്ലിലേക്ക് സന്ദേശം ലഭിച്ചു. മൊബൈൽ കൈവശം വെച്ചയാളുടെ ഫോൺ നമ്പറും വിലാസവും ലഭിച്ചു. തുടർന്ന് സബ് ഇൻസ്പെക്ടർ ഹരിഹരസുനും സ്റ്റേഷൻ റൈറ്റർ ASI ജിജേഷ്, SCPO സഗുണൻ K തുടങ്ങിയവർ നിരന്തരം ഒഡീഷ സ്വദേശിയെ ബന്ധപ്പെടുകയും ദൂരവ്യാപകമായി ഉണ്ടാകാൻ സാധ്യതയുള്ള പ്രത്യാഘാതങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി. തുടർന്ന് ഇന്ന് കൊറിയർ മുഖേന മൊബൈൽ ഫോൺ സ്റ്റേഷനിൽ ലഭിച്ചു. ഉടൻ തന്നെ വടക്കാഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഉടമസ്ഥൻ മൊബൈൽ ഫോൺ തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു. ആലനല്ലൂർ അയ്യപ്പൻകാവിലെ പിഷാരത്ത് ഡോക്ടർ AP ഗോവിന്ദൻകുട്ടി ഇന്നലെ രാവിലെ തൃശൂരിൽ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. ഭാര്യ രമ ഗോവിന്ദൻകുട്ടി, മക്കൾ രാജീവ് വിലാസ്, മരുമക്കൾ സ്മിത രാജീവ്, ജ്യോതി വിലാസ്, പേരക്കുട്ടികൾ വിധു വിലാസ്, ഗിരിധർ വിലാസ്, സഹോദരങ്ങൾ പരേതനായ AP ബാലകൃഷ്ണൻ, പരേതിയായ AP ശാരദ, AP അരവിന്ദാക്ഷൻ. തൃശൂർ സിറ്റി പോലീസ് 2025 ജില്ലാ ആനുവൽ അത്ലറ്റിക് മീറ്റിന് സമാപനം. തൃശൂർ സബ് ഡിവിഷൻ ഓവറോൾ ചാമ്പ്യന്മാർ. ഒക്ടോബർ 31, നവംബർ 1, നവംബർ 5 എന്നീ 3 ദിവസങ്ങളിലായി നടന്ന കായികമേളയ്ക്കാണ് സമാപനമായത്. ജില്ലാ സായുധ ബറ്റാലിയൻ 2ാം സ്ഥാനവും ഗുരുവായൂർ സബ് ഡിവിഷൻ 3ാം സ്ഥാനവും കരസ്ഥമാക്കി. പുരുഷന്മാരിൽ തൃശൂർ സബ് ഡിവിഷനിലെ CPO ജയപ്രകാശും വനിതകളിൽ ഒല്ലൂർ സബ് ഡിവിഷനിലെ WCPO അനുപമയും വ്യക്തിഗത ചാമ്പ്യന്മാരായി. കായികമേളയിൽ ഗെയിംസിനും അത്ലറ്റിക്സിനുമായി 6 സബ് ഡിവിഷനിൽ നിന്നായി 500ഓളം പേരാണ് മത്സരത്തിന് പങ്കെടുത്തത്. നവംബർ 5-ാം തീയതി നടന്ന സമാപന ചടങ്ങിൽ തൃശൂർ റേഞ്ച് DIG ഹരിശങ്കർ IPS സല്യൂട്ട് സ്വീകരിച്ച് സമ്മാനദാനം നിർവഹിച്ചു. തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നകുൽ R ദേവ്മുഖ് IPS, തൃശൂർ റൂറൽ ജില്ലാ പോലീസ് മേധാവി B കൃഷ്ണകുമാർ IPS, അഡീഷണൽ പോലീസ് സൂപ്രണ്ട് ഷീൻ തറയിൽ, അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർമാർ, മറ്റ് പോലീസ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടെ. പുത്തൂർ കോളാങ്കുണ്ട് ചെന്നായിപ്പാറയിൽ നിർമ്മാണം പൂർത്തിയാക്കിയ കുടുംബാരോഗ്യ ഉപകേന്ദ്രം മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. അതിദാരിദ്ര്യരുടെ ലിസ്റ്റിൽ അപേക്ഷ നൽകിയിട്ടും ആനുകൂല്യങ്ങൾ ലഭിച്ചില്ലെന്ന പരാതിയുമായി കുമ്പളങ്ങാട് സ്വദേശി അവിവാഹിതയായ 70-കാരി ഭുവനേശ്വരി അമ്മ. മാടക്കത്ര പഞ്ചായത്തിലെ അക്കരപ്പുറം ചിറ റോഡും 9-ാം നമ്പർ അങ്കണവാടിയും റവന്യൂ മന്ത്രി K രാജൻ ഉദ്ഘാടനം ചെയ്തു. ഒരു തൈ നടാം ക്യാമ്പയിൻ ലക്ഷ്യം കൈവരിച്ചു. സംസ്ഥാനത്ത് 1 കോടിയിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചു. ഇതോടെ ഈ വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.